നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് വീണെ അറിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നെന്നുള്ള പേടിയോ. എന്താ തുറക്കാൻ ഇത്ര വലിയ താമസം? ഞാൻ കുറച്ചു മുമ്പ് മുറിയിലൊന്ന് നോക്കിയതാണല്ലോ. ആ സമയത്ത് നീ എവിടെ പോയി? ഞാൻ പുറത്ത് നിഖിലേട്ടനെ കാണാൻ പോയതാ. എന്നിട്ട് കണ്ടോ? എടി, എന്നിട്ട് കണ്ടോന്ന്? ഇല്ല. എന്താ നിന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നേ? നീ കരഞ്ഞോ? എന്താടി പ്രശ്നം? ഇപ്പോഴും അവൻ നിന്നെ തള്ളി പറഞ്ഞോ? ഇല്ലമ്മേ, നിഖിലേട്ടൻ എന്നെ പ്രയാസപ്പെടുത്തതിന് സോറി പറഞ്ഞു. എന്തോ എനിക്ക് വല്ലാത്ത സംശയമുണ്ട്. ഏട്ടത്തി താലി പൂജിക്കാൻ കൊടുത്തപ്പോ കയ്യിന്ന് താഴെ വീണെന്നോ, അമ്പലത്തിലെ തിരുമേനി അപശകനമാണെന്ന് പറഞ്ഞുന്നോ, ഈ കല്യാണം മുടങ്ങാൻ സാധ്യതയുണ്ട് പോലും. അവൻ ആ നിഖിലിനാണെങ്കിൽ കല്യാണം അടുക്കും തോറും നിന്നോടുള്ള അകലം കൂടുന്നത് പോലെ. സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞു മുടക്കാൻ നോക്കി. അതെല്ലാം പരിഹരിക്കപ്പെട്ടു. പറഞ്ഞ സ്വർണവും കിട്ടി. രഞ്ജിനി പറഞ്ഞ കാറും മുഹൂർത്തത്തിന് മുമ്പ് മണ്ഡപത്തിലെത്തുമെന്നും പറഞ്ഞു. പക്ഷേ എന്തോ ഒരു പന്തികേട് തോന്നുന്നു. അമ്പലത്തിൽ പോയ പോലെയല്ല എടുത്തി മടങ്ങി വന്നത്. അത് പിന്നെ അന്ന് നടന്ന ഹൽദിക്ക് തോക്കുമായി വന്ന കൃഷ്ണൻ ഏട്ടത്തിയെ ആക്രമിക്കാൻ വന്നതിന്റെ ആശങ്കയാണെന്ന് ഞാൻ വിചാരിച്ചത്. കല്യാണത്തിനും മണ്ഡപത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പേടി കാണും. ഏതായാലും ദർശനയോട് പറഞ്ഞ് ആ കരുണം പോലീസിനെ വിളിച്ച് പ്രൊട്ടക്ഷന് പറയണം. പിന്നെ നിങ്ങൾ വന്ന് ദർശനയുടെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞപ്പോ ഏട്ടത്തി ഉഷാറായി. എല്ലാം കഴിഞ്ഞിവിടെ വന്നപ്പോ നിന്നെ കാണാനുമില്ല. ഇപ്പോ നീ ഇവിടെ കരഞ്ഞോണ്ടിരിക്കുന്നു. ഒന്നുമില്ലമ്മേ, കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കും. ഒരു പ്രശ്നവും ആരും ഉണ്ടാക്കില്ല. എല്ലാം മംഗളായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നടക്കും.
പെട്ടിയൊക്കെ എടുത്തത്? ഏ ഈ മുറിന്ന് നാളെ കഴിഞ്ഞ ഞാൻ വേറെ മുറിയിലേക്ക് മാറില്ലേ? ഹ, അത് ഈ വീട്ടിൽ തന്നെയല്ലേ? നീ എന്തിനാ സങ്കടപ്പെട്ടിരുന്നേന്ന് പറ. എനിക്ക് അമ്മയെ ഓർത്ത സങ്കടം. എന്തെല്ലാം സഹിച്ച അമ്മ ഈ കല്യാണം വരെ എത്തിച്ച്. ഞാൻ കൂടി പോയി കഴിഞ്ഞ അമ്മയ്ക്ക് പിന്നെ ഇവിടെ ആരോ ഉള്ള. അതിന് നീ എങ്ങോട്ട് പോകുന്നില്ലല്ലോ. സാരമില്ല, നീ എന്നെ കുറിച്ച് ഓർത്തല്ലോ. അമ്മയ്ക്ക് പ്രയാസമൊന്നുമില്ല. നീ എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, ശരിയാ. പക്ഷേ എനിക്ക് നിന്നെ കുറിച്ചുള്ള ആശങ്കയായിരുന്നു എന്നും. നിഖിലിന്റെ അടുത്ത സമയത്തുള്ള പെരുമാറ്റത്തിൽ എനിക്കുണ്ട് സംശയം. അതൊക്കെ അങ്ങ് മാറും. ശരിയാ, അതിനി മാറിക്കോളൂ. അയ്യോ, രാത്രിയിലത്തേക്കുള്ള ചപ്പാത്തിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ദർശന മോളുടെ പ്രഗ്നൻസിയിൽ എല്ലാം അങ്ങ് മുങ്ങിപ്പോയി. അതെ, പ്രഗ്നൻസിയില് എല്ലാം മുങ്ങിപ്പോയി. നീ എന്താ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ? സത്യം പറ, അവൻ നിന്നോട് മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയോ? അല്ല, മരുവത്തൂരിനെ ഇങ്ങനൊരു ശാപം പണ്ടേ ഉണ്ട്. ഉറപ്പിച്ച കല്യാണം മുടങ്ങിപ്പോകുന്നു. താലി പൂജിക്കാൻ പവിത്രനും കൂടി പോയതില് എനിക്ക് അന്നേരം ഒന്നും തോന്നിയില്ല. പിന്നെ നീ പറഞ്ഞ് പേടിപ്പിച്ചപ്പോ നിന്നെ വന്ന് ഭീഷണിപ്പെടുത്തിയതിനി അന്ന് ആ ഹൽദിക്ക് തോക്കുമായിട്ട് വന്ന കൃഷ്ണനെങ്ങനും ആണോ? ആണോ? അയാളാണോ? നീ എന്തോന്നടി ഒരുമാതിരി പിച്ചും പെയും പറയുന്നേ? ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഇന്നേ ഒരു സേമിയ പായസം കൂടി ഉണ്ടാക്കണം, ദർശനമൊക്കെ കൊടുക്കാൻ. അഞ്ജു, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ ഉറങ്ങിയിട്ട് വേണം എനിക്ക് അമ്മയെ കാണാൻ. അമ്മയോട് സത്യം തുറന്നു പറയണം. നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മോളെ, അതിന് ഞാൻ ഗർഭിണി അല്ലല്ലോ.